ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം യുവതിയുടെ ജീവൻ തുലാസിൽ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സർജിക്കൽ മൂപ്പും സൂചിയും നൂലും യുവതിയുടെ വയറിനുള്ളിൽ കുടുങ്ങി. ജീവൻ തന്നെ അപകടത്തിലായതോടെ എഴുകോൺ ESI ആശുപത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ചിഞ്ചുരാജിന്റെ കുടുംബം. എഴുകോൺ ESI ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചിഞ്ചുരാജിന്റെ പ്രസവ ശസ്ത്രക്രിയ. തിങ്കളാഴ്ച മുതൽ കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ എക്സ്റേ എടുത്തു. കൊട്ടാരക്കര മെട്രോ സ്കാനിംഗ് സെന്ററിലെത്തിച്ച് ESI ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സ്കാൻ ചെയ്തു. ചിഞ്ചുവിനെ തിരികെ എത്തിച്ച ശേഷം അതിവേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാനോ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ളവ നൽകാനോ ഡോക്ടർമാർ തയ്യാറായില്ല. എക്സ്റേയിൽ നിന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പിഴവുണ്ടായതായി ബന്ധുക്കൾക്ക് മനസ്സിലായത്. അനാസ്ഥ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇത് ഒരു സിസറിയൻ കഴിഞ്ഞ ഒരാളുടെ വയറ്റിൽ മാതിരി സാധനങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അനാസ്ഥയല്ലേ. അത് വയറിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയ ആയി മാറി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും വഴിവരിച്ചു. വെറും അവഹേളിക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മൾ ആൾക്കാർ ഒരാൾ ചോദിച്ചു, രണ്ടാൾ ചോദിച്ചു, നാലാൾ ചോദിച്ചു, എന്നിട്ട് ഇവർ ഇതിൻ്റെ നല്ല രീതിയിലുള്ള മറുപടി തരികയോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടക്കുന്നതല്ലാതെ അതിനുള്ള ഒരു മറുപടി കൃത്യമായിട്ടുള്ള തിരികെ അതിൻ്റെ റിസൾട്ടുകൾ തരാം, അതൊന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ചിഞ്ചുവിന് ന്യൂമോണിയ പിടിപെട്ടു. അണുബാധ രൂക്ഷമായതോടെ ജീവൻ തന്നെ അപകടത്തിലായി. ഇതോടെ ചിഞ്ചുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവ് ബിവിൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം. ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയർ തുന്നിച്ചേർക്കാതെ വീട്ടമ്മയെ വിട്ടയച്ചുവെന്ന പരാതി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് ഏപ്രിൽ 17 പരിഗണിക്കും. പത്തനാപുരം മുല്ലൂർ നിരപ്പ് സ്വദേശിനി K. ഷീബയ്ക്കാണ് ഗുരുതര ചികിത്സാ പിഴവുണ്ടായത്. 2022 ഡിസംബർ 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് പരാതി. വയർ കീറി ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുന്നിച്ചേർക്കാതെ ബസിൽ കയറ്റി വിട്ടു എന്നാണ് പരാതി. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷീബ. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാരോപിച്ച് ഉത്തരമേഖല IGയെ കണ്ട് അമ്മ ഹാജറ നജ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വൈകുന്നുവെന്നാരോപിച്ചാണ് IGയെ കണ്ടത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നും തുടർ നടപടി ഉണ്ടാകുമെന്നും IG നീരജ് കുമാർ ഗുപ്ത വ്യക്തമാക്കി. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുൻപിൽ ആക്ഷൻ കമ്മിറ്റി സമരം ആരംഭിച്ചതോടെയാണ് ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്താമെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഉറപ്പു നൽകിയത്. ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അശോകനെ മർദ്ദിച്ച കേസിൽ ഹാജറിയുടെ ബന്ധുക്കളായ 3 പേർ അറസ്റ്റിലായിരുന്നു. അപ്പോൾ IG നമുക്ക് FIR ആക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അന്വേഷിക്കാമെന്നും ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട്. കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് പിന്നെ ഒരു പ്രോഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം വന്ന് മൊഴിയെടുത്തെന്നല്ലാതെ FIR ആക്കിയിട്ടുമില്ല, പിന്നെ ജാമ്യം അനുവദിച്ചിട്ടുമില്ല. നമുക്ക് നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ IGനെ കാണാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് അവളെ കൊണ്ട് ഞങ്ങൾ വന്നത്. ഞങ്ങളെ ഫാമിലിയിലുള്ള ഫുൾ ആളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഞങ്ങളെ ഈവൻ ചെറിയ കുട്ടികളെ വരെ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾക്ക് ഒരാളെ മാത്രമായിട്ട് എന്തിനാ ഒരു ലൈഫ് നശിപ്പിക്കുന്നത്? ഈവൻ 14 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കേസിന് ഇവിടെ കൊലപാതകം ചെയ്തോല് പുറത്തുകൂടി ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഡോക്ടർ ഉന്തി തള്ളി പറഞ്ഞ് മൂക്കിന്റെ പാലം പൊട്ടിയെന്ന് പറഞ്ഞ് അഭിനയിച്ച് നാടകം നടത്തി കിടക്കുന്ന ഒരാളെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പം പോലീസ് ഇങ്ങനെ ചെയ്യുന്നത്, നിയമം ചെയ്യുന്നത്.